ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനവും അറിയിക്കുന്നു. ചാൾസ് ഡിക്കൻസ് എന്ന എഴുത്തുകാരൻ്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, "These are the worst of times, but it is also the best of times." ഇത് വളരെ ദുഷ്കരമായിരിക്കുന്ന സമയമാണ്, എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇത് വളരെ അനുഗ്രഹീതമായ സമയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം ഇന്ന് സമാധാനമായി ഇവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഉള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമില്ല. പലയിടങ്ങളിലും അവർക്ക് ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുവാനുള്ള സ്വാതന്ത്ര്യമില്ല. എൻ്റെ ഒരു സ്നേഹിതന് അദ്ദേഹം പറഞ്ഞു, അവിടെ ആരാധനയ്ക്കായിട്ടൊരു സ്ഥലം ലക്നൗവിൽ റെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ റെൻ്റ് ചെയ്ത് കൂടാമെന്ന് വെച്ചാൽ ഒരാഴ്ച കൂടിയിട്ട് പിറ്റേ ആഴ്ച അവിടെ കൂടാനായിട്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. പീഡനവും പ്രയാസങ്ങളും വളരെ വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മാത്രം ഒരു സംഭവമല്ല. ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിന് വളരെ തടസ്സങ്ങൾ നേരിടുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വേദഭാഗം നമുക്ക് വളരെ ബാധകമായ ഒരു വേദഭാഗമാണ്. കാരണം അവിടെ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പീഡനങ്ങളെ, മതപീഡനങ്ങളെ നേരിടാനായിട്ട് സാധിക്കുന്നത് എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനൂസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അന്ന് എന്ന് പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് യെരുശലേമിലെ സഭയ്ക്കൊരു വലിയ ഉപദ്രവം നേരിട്ടു. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉപദ്രവം അഥവാ പെർസിക്യൂഷൻ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. സഭയ്ക്ക് വലിയ പീഡനം, വലിയ ഉപദ്രവം നേരിട്ടു. അതിന് നേതൃത്വം കൊടുത്തത് ശൗൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അന്ന് അദ്ദേഹത്തിന് 10-30 വയസ്സ് പ്രായമുണ്ടാകും. 7-ാമത്തെ അധ്യായത്തിൽ ശൗലിനെ ഇങ്ങനെ ഒരു പെട്ടെന്ന് മിന്നിമറയുന്ന ഒരാളിനെ പോലെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ലൂക്കോസ് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. സ്തേഫാനോസിനെ കൊല്ലാനായിട്ട് ആളുകൾ കല്ലെറിയാൻ അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രം ശൗലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കാൽക്കൽ വെച്ചിട്ടാണ് അവരിത് ചെയ്തത് എന്നൊരു പ്രസ്താവന നമുക്ക് 7-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിനുശേഷം പിന്നീട് 2ാമത് ശൗലിനെ നമ്മൾ കാണുന്നത് 8-ാമത്തെ അധ്യായത്തിലാണ്. പിന്നെ നമുക്ക് 9-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ശൗലിനെ നമുക്ക് കാണാം. അതിനുശേഷം ശൗല് പൗലോസ് എന്ന പേരിലാണ് പിന്നീട്
അറിയപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം പ്രവർത്തികളുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പസ്തലനായ പൗലോസാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ശൗൽ എന്ന നിലയിലാണ് അദ്ദേഹത്തെ ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. ശൗൽ എന്ന് പറഞ്ഞ പേര് നമുക്കറിയാം, അത് ഇസ്രയേലിലെ ആദ്യത്തെ രാജാവിൻ്റെ പേര് അല്ലേ. ശൗൽ എന്നത് ഇസ്രയേലിലെ ആദ്യത്തെ രാജാവിൻ്റെ പേരാണ്. അദ്ദേഹം ഒരു നല്ല തുടക്കമൊക്കെ ആയിരുന്നെങ്കിലും ദൈവഹിതപ്രകാരം രാജ്യത്തെ ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അവസാനം ദയനീയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ശൗലെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം ഈ പോക്ക് ശരിയല്ല എന്ന ഒരു തോന്നൽ ലൂക്കോസ് നമുക്ക് തരുന്നുണ്ട്. 14-ാമത്തെ അധ്യായമാകുമ്പോൾ ശൗൽ പിന്നെ ശൗലല്ല, പൗലോസാണ്. അവിടെ ചില ആളുകൾ പ്രത്യേക സ്ഥാനം ലഭിക്കുമ്പോൾ പേര് മാറ്റും. സാധാരണ യോഹന്നാനായിരുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, പേര് മാറി മോറാൻമാർ എന്നൊക്കെ പറഞ്ഞ് വേറെ പേര് അവർ അപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ശൗലാണ്. എന്നാലത് ശരിയല്ലോ കേട്ടോ. കാരണം എന്ന് ചോദിച്ചാൽ ഈ രണ്ട് പേരും ഇദ്ദേഹത്തിനുണ്ട്. ശൗൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ എബ്രായ പേരാണ്. പൗലോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പേരാണ്. കാരണം അദ്ദേഹം ഒരു റോമ പൗരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പേരും അദ്ദേഹത്തിന് ആദ്യം മുതൽ തന്നെയുള്ള പേരുകൾ തന്നെയാണ്. എന്നാൽ ലൂക്കോസ് ആദ്യമേ അവതരിപ്പിക്കുന്നത് തൻ്റെ എബ്രായ പേരിലാണ്. അതിൻ്റെ പിന്നീട് ജാതികളുടെ അപ്പോസ്തലൻ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ആയിത്തീരുമ്പോൾ പിന്നീട് പൗലോസ് എന്ന നിലയിലാണ് അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത്. ശൗൽ എന്നൊരു പേര് അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് ഈ അപ്പോസ്തല പ്രവൃത്തികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പൗലോസ് ഒരിടത്തു പോലും തൻ്റെ പേര് ശൗലെന്നാണ് എന്ന് തൻ്റെ ലേഖനങ്ങളിലെങ്ങും പറഞ്ഞിട്ടില്ല. താൻ പൗലോസായിട്ടാണ് എല്ലായ്പ്പോഴും തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ക്രിസ്തീയ വിശ്വാസത്തിലെ ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള വ്യക്തി പൗലോസാണ്. പൗലോസ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ആൾ പൗലോസാണ്. പൗലോസിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ ജാതികളുടെ അപ്പോസ്തലനാകാനായിട്ട് തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം എന്ന ഗലാത്യ ലേഖനത്തിൽ തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗർഭത്തിൽ വെച്ച് തന്നെ പൗലോസ് ജാതികളുടെ അപ്പോസ്തലനാകണമെന്നുള്ള നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പിന്നെ സഭയെ ഉപദ്രവിക്കുന്ന ഇങ്ങനെ ഒരു അനുഭവം എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത് എന്ന ഒരു ചോദ്യം ഉണ്ടല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഞാനതിന് രണ്ട് കാരണങ്ങൾ പറയും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാരണങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ അതിന് പൗലോസ് പറയുന്ന കാര്യം അതാണ്. ഞാൻ പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം, പൗലോസിനോട് ചോദിച്ചാൽ, പൗലോസ് നീ എന്തുകൊണ്ടാണ് ദൈവസഭയെ ഉപദ്രവിക്കാൻ കാരണമായത്? യേശുക്രിസ്തുവിനെതിരെ നിൽക്കാൻ നിനക്ക് എങ്ങനെ സംഗതിയായി എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിന് ഒരു ചെറിയ മറുപടി താൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൂഷകനും ഉപദ്രവിയും ആയിരുന്നു. എന്നാൽ അറിയായ്മയുടെ കാലത്ത് അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയ ഒരു കാര്യം എന്നുള്ള നിലയിൽ ദൈവം എന്നോടത് ക്ഷമിച്ചു എന്നാണ് ദൈവം അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ പീഡനത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ശൗലിന് കാരണമായി തീർന്നത് അജ്ഞതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അറിവില്ലായ്മയാണ്. അപ്പോൾ ഞാനത് എൻ്റെ ആദ്യത്തെ പോയിൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തെയും കർത്താവിനെയും ദൈവസഭയും ഒക്കെ ഉപദ്രവിക്കാനുള്ള കാരണം മനുഷ്യർക്ക് കർത്താവിനെയും സുവിശേഷത്തെയും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. കർത്താവിനെയും സുവിശേഷത്തെയും ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനെയും സുവിശേഷത്തെയും എതിർക്കാനായിട്ട് സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുന്നുവെങ്കിൽ, താനായിരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ കർത്താവിനെ എതിർക്കാൻ പറ്റുകയില്ല കേട്ടോ. അപ്പം
യഹൂദ നേതാക്കന്മാർ കർത്താവിനെ എതിർത്തതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയുന്നത് അവരറിയാതെ ചെയ്തു എന്നാണ് പറഞ്ഞത്, അല്ലേ? അവരറിയാതെ. ലോകത്തിലെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ക്രിസ്തീയ വിശ്വാസത്തെയും കർത്താവിനെയും എതിർക്കുന്ന ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തെയും കർത്താവിനെയും അറിയാതെയാണ്, അല്ലെങ്കിൽ കർത്താവിനെയും പരിചയപ്പെടാനായിട്ട് അവർ മനസ്സ് വയ്ക്കാത്തത് കൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പൗലോസിനത് ഭയങ്കര സങ്കടമായി പോട്ടോ. ഒരു കാലത്ത് എനിക്ക് കർത്താവിനെ അറിയാമായിരുന്നു എന്നൊരു പ്രസ്താവന 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു, പക്ഷെങ്കിൽ ഐ ഹാഡ് എ വെരി ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ക്രൈസ്റ്റ്. ജഡപ്രകാരം ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു, എന്നാൽ അങ്ങനെയല്ല ഞാൻ ഇന്ന് കർത്താവിനെ അറിയുന്നത് എന്ന് പൗലോസ് പറയുന്നുണ്ട്. തൻ്റെ സാഹചര്യങ്ങൾ നിമിത്തം, താൻ വിശ്വസിച്ചിരുന്ന ഈ ആശയങ്ങൾ നിമിത്തം, അവയെ സംരക്ഷിക്കുവാനുള്ള തീഷ്ണത നിമിത്തം കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാനായിട്ട് തനിക്ക് മനസ്സ് വന്നില്ല. അതാണ് ഈ പീഡനത്തിനിറങ്ങാനുള്ളതായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിനെ എതിർക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കർത്താവിനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, ക്രിസ്തീയ വിശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നത്. നിങ്ങൾ സത്യസന്ധമായി കർത്താവായ യേശുക്രിസ്തുവിനെയും ക്രിസ്തീയ വിശ്വാസത്തെയും സുവിശേഷത്തെയും ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിനെ എതിർക്കാനായിട്ട് സാധിക്കില്ല. നോർത്ത് ഇന്ത്യയിലും മറ്റുമുള്ള ഹിന്ദു സ്നേഹിതന്മാർ കർത്താവിനെയും സുവിശേഷത്തെയും എതിർക്കുന്ന ആളുകളാണ്. ഞാനവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നത്? ക്രിസ്തീയ വിശ്വാസികൾ ഭാരതത്തിലുള്ള ആളുകൾക്ക് എന്തു ദോഷമാണ് ചെയ്തത്? നിങ്ങൾ പച്ചയായിട്ട് ഞങ്ങളോട് പറയൂ. കർത്താവായ യേശുക്രിസ്തു സുവിശേഷവും ഈ നാടിന് എന്തു ദോഷമാണ് ചെയ്തത്? ആരെയാണ് ക്രിസ്തീയ വിശ്വാസികൾ ഉപദ്രവിച്ചത്? ഏത് സമൂഹത്തിനാണ് ക്രിസ്തീയ വിശ്വാസികൾ ഉപദ്രവമുണ്ടാക്കിയത്? അങ്ങനെ ഒരു ചരിത്രമില്ല. നിങ്ങൾ എന്തിനാണ് ക്രിസ്തീയ വിശ്വാസത്തെ എതിർക്കുന്നത്? കണ്ണ് തുറന്ന് നോക്കുന്ന ആളുകൾക്കറിയാം. നമ്മുടെ ബാബു വർഗീസൊക്കെ അതിനെക്കുറിച്ച് പറയല്ലേ, ഭാരതത്തെ ഭാരതമാക്കിയത് ക്രിസ്തീയ വിശ്വാസമാണ്. അതിന് തർക്കമൊന്നുമില്ല. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം, ദൈവമക്കൾ ഈ ദേശത്തിന് ചെയ്ത നന്മ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ ക്രമീകരണമാരാ നടത്തിയത്? ഇവിടെ ഭാഷ ഉണ്ടാക്കിയതാരാണ്? ഇവിടെ ഭാഷയ്ക്ക് ലിപിയും വ്യാകരണവും നിർമ്മിച്ചതാരാണ്? AD 800 മലയാള ഭാഷ ഉണ്ടായതല്ലേ? മലയാള ഭാഷ എന്താ ഉണ്ടായതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മലയാള ഭാഷയ്ക്ക് കുറേ വലിയ വഴക്കില്ല. പക്ഷെങ്കിൽ അതിനൊരു വ്യാകരണം ഉണ്ടാകണമെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ഒരു ദൈവഭക്തൻ ഈ നാട്ടിലേക്ക് വരണം, ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം വന്നെങ്കിൽ ഈ ഭാഷയ്ക്ക് ഒരു വ്യാകരണവും അതിനൊരു നിയമവും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. ഈ ദേശത്ത് ക്രിസ്തീയ വിശ്വാസം വരുത്തിയ വ്യത്യാസം, അത് വരുത്തിയ സമൂലമായിരിക്കുന്ന രൂപാന്തരം ഈ ദേശത്തിന് നന്മയാകട്ടോ. ആധുനിക ഭാരതത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ അതിന് പേരൊക്കെ പറയും മഹാത്മാഗാന്ധി എന്ന് പറയും. അല്ലട്ടോ, അല്ലെന്നേ, വില്യം കേറിയാണ്. ഈ നാടിന് നന്മ വരുത്തിയത്, ഈ നാട്ടിൽ സംസ്കാരമുണ്ടാക്കിയത്, ഈ നാട്ടിൽ വിദ്യാഭ്യാസം വരുത്തിയത്, ഭാഷയുണ്ടാക്കിയത്, അതൊക്കെ ക്രിസ്തീയ വിശ്വാസം പറഞ്ഞ ആളുകളാണ്. ഈ ദേശത്തിന് എന്ത് ദോഷമാണ് ക്രിസ്തീയ വിശ്വാസം ചെയ്തത്? ഞങ്ങളോട് വിശദീകരിച്ചു തരൂ. ഞങ്ങൾ ചെയ്ത അപരാധം എന്താണ്? ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കി, അതല്ലേ? അതാണോ അപരാധം? പള്ളികളുണ്ടാക്കി, അതിനോട് ചേർത്താണ് പള്ളിക്കൂടം വന്നത്. അങ്ങനെയാണ് മനുഷ്യർ വിദ്യാഭ്യാസം ഉണ്ടായത്. അതൊക്കെ ഇവിടെ വന്നതായിരിക്കുന്ന മിഷണറിമാർ ചെയ്ത കാര്യമാണ്. ഇവിടെ നായ്ക്കളെക്കാളും മോശമായി ഉന്നത കുലജാതന്മാരായിരിക്കുന്ന ഈ ആളുകൾ പാവപ്പെട്ട മനുഷ്യരെ അടിമകളാക്കി അവരെ ഉപദ്രവിച്ച കാലത്ത് അവർക്ക് വേണ്ടി വാദിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നില്ല കേട്ടോ.
പാവപ്പെട്ട ദൈവമക്കളാണ്, ഹൃദയത്തിൽ ദൈവസ്നേഹം വഹിച്ച ദൈവമക്കളാണ്. അവർക്ക് വേണ്ടി നിൽക്കുവാൻ, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാനായിട്ട് മനസ്സ് വെച്ചതവരാണ് അല്ലേ? ഞങ്ങൾ ഈ ദേശത്തോട് ചെയ്ത അപരാധം എന്താണ്? ഞങ്ങളെ ഉപദ്രവിക്കുവാൻ, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുവാൻ എന്ത് കാരണമാണുള്ളത്? ഞാൻ പറയാം, ഭാരതത്തിലെ ആതുര ശുശ്രൂഷ ആരാ ചെയ്തത്? ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ പേരൊക്കെ എന്ന് പറഞ്ഞേ. ഈ നാളുകളിലൊക്കെ ഇപ്പം ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുറച്ച് പേരുകളൊക്കെ വ്യത്യാസപ്പെട്ട പേരുകളൊക്കെ ഉണ്ടായിട്ട് കേട്ടോ. എന്നാൽ ഇവിടെ ആതുര ശുശ്രൂഷ ആരംഭിച്ചത് മനുഷ്യ സ്നേഹമുള്ള ദൈവം, ഹൃദയത്തിൽ മനുഷ്യരോട് സ്നേഹം തോന്നിച്ച ദൈവം മനുഷ്യരുടെ ഉത്സാഹം കൊണ്ടാണ്. ഐഡായസ് കഡർ എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരുടെ അപ്പനൊരു ഡോക്ടറാണ്, മിഷണറി ഡോക്ടറാണ്. അവർ തമിഴ്നാട്ടിൽ ഡോക്ടറായിട്ട് വന്ന, മിഷണറി ഡോക്ടറായിട്ട് വരിക. അപ്പം ഇവർ അപ്പനോട് കൂടെ സന്ദർശനത്തിനായിട്ട് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. രാത്രിയിൽ ഒരാൾ വന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവ സംബന്ധമായി ബുദ്ധിമുട്ടുന്നു, സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഡോക്ടർ ആണാണ് എന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞു, അയ്യോ അത് സാധിക്കുകയില്ല, സ്ത്രീകൾ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ, അല്ലാതെ പുരുഷന്മാരായിട്ടുള്ള ഡോക്ടർമാരെ ഞങ്ങളുടെ ഭാര്യമാരെ ശുശ്രൂഷിക്കാനായിട്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ അന്ന് രാത്രി പിടഞ്ഞു മരിച്ചു. അവരും മരിച്ചു, അവരുടെ കൊച്ചും മരിച്ചു. അത് ഐഡ കണ്ടു നിന്നു. അവർക്ക് സഹായിക്കാനായിട്ട് സാധിച്ചില്ല. അവർ അമേരിക്കയിൽ തിരിച്ചുപോയി. പിന്നെ അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം നേടി, ഡോക്ടറായി, സർജനായി, ഗൈനക്കോളജിസ്റ്റായി. അതിനുശേഷം തിരിച്ചു വന്നു. അദ്ദേഹമാണ് വെല്ലൂർ മെഡിക്കൽ കോളേജ്, വെല്ലൂർ മെഡിക്കൽ കോളേജ് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, നിങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെയും കർത്താവിനെയും എതിർക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ്. സുവിശേഷം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്ന ഒരാളിന് കർത്താവിനെ എങ്ങനെയാണ് പകയ്ക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ സ്നേഹപൂർവ്വം വെല്ലുവിളി അല്ലെങ്കിൽ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കണം, സുവിശേഷത്തെ ശ്രദ്ധിക്കണം, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ സുവിശേഷം നിങ്ങളോട് പറയുന്നത്, വേറെ ഒരു ഉദ്ദേശത്തിൻ്റെ പേരിലും അല്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യന്, അദ്ദേഹം ഓസ്ട്രേലിയയിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ്. എന്നാൽ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം വായിച്ചു, ഒറീസയെക്കുറിച്ച് അദ്ദേഹം കേട്ടു, അവിടെ കുഷ്ഠരോഗികളുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ മെഡിക്കൽ ആ പരിശീലനം ഈ സാധുക്കളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നറിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒറീസയിലേക്ക് വന്നു. 20 വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചില്ലേ? 20-ലധികം വർഷം കുഷ്ഠരോഗികളുടെ നടുവിൽ പ്രവർത്തിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊരു മൂവി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആക്ടിങ് ആണ്, അതിൻ്റെ യഥാർത്ഥ കാരണമൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അതിൽ ഒരു ഹിന്ദു ആയിരിക്കുന്ന ഒരു പത്രപ്രവർത്തകന്, അപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം വീട്ടിച്ചതിന് ശേഷം പറഞ്ഞു, ദർ ഇസ് സംതിങ് ദർ ഷുഡ് ബി. ഈ മനുഷ്യൻ ഇത്രയും ബുദ്ധിമുട്ടാനും ഇത്രയും പ്രയാസപ്പെടാനും ഒക്കെ കാരണം അതിലെന്തോ ചരടുകളുണ്ട്, എന്തോ അതിൽ മറിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും വന്ന് കഷ്ടപ്പെട്ടത്. അല്ല വെറുതെ മനുഷ്യൻ വരുമോ, ബുദ്ധിമുട്ടുമോ? അവസാനം അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം വിലയിരുത്തിയതിന് ശേഷം അദ്ദേഹം അവസാനം പറയുന്ന പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നൽകിയ സ്നേഹം അതിൻ്റെ നിർബന്ധമാണ് ഇത് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ചതെന്നാണ് പറഞ്ഞത്. സത്യസന്ധമായി സുവിശേഷം ഈ ദേശത്ത് പറഞ്ഞ ആളുകൾ മനുഷ്യരെ പിഴിഞ്ഞ് അവരുടെ ഒരു സമ്പാദ്യം നേടി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടേതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മലയാളികളായിരിക്കുന്ന സുവിശേഷകന്മാർ അവിടെ എന്തിനാണ് പോയത്? അവിടെയുള്ള സാധുക്കളിൽ നിന്ന് കുറച്ച് കാശ് പിരിച്ച്
അവർക്ക് വീടുണ്ടാക്കാനല്ലേ? അല്ലെന്നേ, അങ്ങനെയല്ല. നിങ്ങൾ അവരുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കൂ. ആ പാവപ്പെട്ടവരോടുള്ള സ്നേഹം നിമിത്തം അവരുടെ ജീവിതങ്ങൾ വ്യത്യാസപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടാകണം, അവർ അക്ഷരാഭ്യാസം ഉണ്ടാകണം, അവർക്ക് ശുചിത്വം ഉണ്ടാകണം, അവർക്ക് ആഹാരം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് അവർക്ക് നന്മ വരുവാൻ, അവർ സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീരുവാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് അവിടെ പോയി പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് സുവിശേഷത്തിനും കർത്താവിനും എതിരായിട്ട് നിൽക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പം അതാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെയും കർത്താവിനെയും എതിർക്കുന്ന ആളുകൾ സുവിശേഷത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും ശരിയായ നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല. കർത്താവിനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്കിത് പറ്റിയത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്ന, പരിചയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയല്ലേ നമ്മളൊക്കെ കർത്താവിനെ സ്നേഹിച്ചത്? കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ മറ്റെന്തിനേക്കാളും അധികം സൗന്ദര്യം നമ്മളെ കർത്താവിനുണ്ട്. ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും അധികം പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതല്ലേ? അങ്ങനെയല്ലേ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്? അപ്പോൾ അതുകൊണ്ട് അതാണ് ഇവർക്ക് പറ്റിയ പ്രശ്നം. ദൈവസഭയെ ഉപദ്രവിക്കുന്ന, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ പ്രശ്നം, അവർ കർത്താവിനെയും സുവിശേഷത്തെയും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ അന്ധമായ രീതിയിൽ അവർ കുറേ ആശയങ്ങളൊക്കെ ഉണ്ട്. ആ ആവേശത്തിൻ്റെ പേരിൽ അവർ ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്താൽ ഭാരതം രക്ഷപ്പെട്ടു എന്ന് എങ്ങനെയോ വിശ്വസിച്ചതാണ്. അവർക്ക് അവരുടെ മനസ്സിലെങ്ങനെ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ പരാക്രമമൊക്കെ കാണിക്കുന്നത്. അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഏത് ദേശത്തു നിന്ന് ക്രിസ്തീയ വിശ്വാസവും സുവിശേഷവും നഷ്ടപ്പെടുന്നുവോ ആ ദേശത്തിനത് ഭയങ്കര നഷ്ടമാണ്. എവിടെ സുവിശേഷം വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദേശത്തിന് നന്മയും പുരോഗതിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ രണ്ടാമത് പീഡനത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം, എങ്ങനെയാണ് ദൈവമക്കൾ പീഡനത്തെ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. ദൈവമക്കൾ എങ്ങനെയാണ് പീഡനത്തെ നേരിടേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെന്താ ചെയ്തത് എന്നതിനെക്കുറിച്ചാണ്. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യമായി രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിന്ന് പീഡനം സഹിക്കേണ്ട കാര്യമില്ല കേട്ടോ. പീഡനം ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ ഞാൻ അങ്ങ് പീഡിപ്പിക്കപ്പെടും, നിന്നങ്ങ് പീഡനം സഹിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. 18 അടവുകളാണുള്ളത്, 18 അടവുകൾ. എന്നാൽ അതിനേക്കാൾ ഒക്കെ മെച്ചമായിരിക്കുന്നത് വേറെ ഒരു അടവുണ്ട്. അതാണ് 19ാമത്തെ അടവെന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ഓടുക. അതാണ് 19ാമത്തെ അടവ്. അതാ ഈ പ്രിയപ്പെട്ടവർക്ക് പീഡനം വന്നു കഴിഞ്ഞപ്പോൾ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ യഹൂദ്യ ശമരിയ എന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി. പീഡനം ഉണ്ടാകുമ്പോൾ നമ്മൾ സുബോധത്തോടുകൂടെ ഈ പീഡനം എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് സുബോധത്തോടുകൂടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. വരുമ്പോൾ അടി കൊള്ളട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടിക്കാൻ വരിക എന്ന് കണ്ടാൽ നിങ്ങളെന്ത് ചെയ്യണം? തിരിച്ചടിക്കാനൊന്നും പോകണ്ട, അങ്ങ് ഓടിപ്പോയേക്കണം, അങ്ങ് മാറിപ്പോകണം. പീഡനം സഹിക്കുക, അങ്ങനെ തന്നെ അങ്ങ് നിന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി ക്രിസ്തീയ വിശ്വാസത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തു എന്താ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങളെ ഒരു സ്ഥലത്ത് ചെല്ലും ഉപദ്രവിക്കാമെന്ന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ആ ഉപദ്രവിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് പിന്നെയും ഉപദ്രവം സഹിക്കണം, അല്ലയോ? അല്ല, അങ്ങനല്ല പറഞ്ഞേ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒരു സ്ഥലത്ത് ചെല്ലും ആൾ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് അടുത്ത സ്ഥലത്തോട് പോകാൻ പറഞ്ഞു. സുവിശേഷം കേൾക്കാനായിട്ട് മനസ്സുള്ള മനുഷ്യരുണ്ട്, ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഹൃദയങ്ങളുണ്ട്. മനുഷ്യൻ നമ്മളെ പീഡിപ്പിക്കുകയാണ് എങ്കിൽ ആ പീഡിപ്പിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പോകാൻ പറ്റുമെങ്കിൽ, എല്ലാവർക്കും ഒന്നും പറ്റിയല്ലോ കേട്ടോ, നമുക്ക് വീടും പിള്ളേരും എല്ലാം ഉണ്ടെങ്കിൽ ഉടനെ വീടും വിട്ട് അതൊന്നും നമുക്ക് പോകാനൊക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യം നമുക്കില്ല. ബുദ്ധിപൂർവമായി പീഡനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെങ്കിൽ ആ നിലയിലുള്ള ബുദ്ധിപൂർവമായിരിക്കുന്ന തീരുമാനമെടുക്കണം. നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ആൾ വരുന്നു എന്ന് പറഞ്ഞാൽ
ആ ഉപദ്രവം സഹിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപൂർവ്വമായി പ്രവർത്തിക്കണം എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിനെക്കുറിച്ചൊരു പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, കഷ്ടം വരണമേ എന്ന് നിങ്ങൾ ആരും പ്രാർത്ഥിക്കരുത് കേട്ടോ, കർത്താവേ ഒരു പീഡനം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ചില അവസരങ്ങളിൽ പീഡനം വരും. കഷ്ടത സഹിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ച് ബുദ്ധിമുട്ടിന് നടുവിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു ബുദ്ധിമോശമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. കഷ്ടം സഹിക്കേണ്ടി വന്നാൽ കഷ്ടം സഹിക്കും കേട്ടോ. എന്നാൽ കഷ്ടത ഒഴിവാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കാനായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ചില ആളുകൾ രോഗം വന്നാൽ ചികിത്സിക്കത്തില്ല. അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രോഗം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗം സഹിച്ച് ആ രോഗത്തിൻ്റെ ഫലമായിട്ട് ചത്തുപോകണം. അങ്ങനെയല്ലെന്നേ, അങ്ങനെയല്ല. ജോലിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? കടിച്ച് പിടിച്ച് അവിടെ ഇരുന്ന് പട്ടിണി കിടന്ന് ചാകണം. അങ്ങനെയൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് സുബോധത്തോടുകൂടെ ദൈവം തന്ന സാഹചര്യങ്ങളെ ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തെ മെച്ചമാക്കാൻ കഴിയും എന്ന് തന്നെ തീരുമാനിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പീഡനവും ഉപദ്രവമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കണമെന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പ്രതികരണമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്നാൽ പീഡനം കൊണ്ട് നമ്മളുടെ ബോധ്യങ്ങളെയും നമ്മളുടെ നിലപാടുകളെയും നമുക്കൊരിക്കലും വിട്ടുകളയാനായിട്ട് സാധിക്കുകയില്ല. പീഡന നിമിത്തം, ഭീഷണി നിമിത്തം നമ്മളുടെ ബോധ്യങ്ങളെയും നമ്മളുടെ നിലപാടുകളെയും ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും പാടില്ല എന്നതാണ് ഞാൻ അതിൻ്റെ മറുവശമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടിക്കാൻ വരിക എന്നെങ്കിൽ അടി കൊള്ളാതെ നിൽക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു പോകണം. ഞാൻ വിശേഷാൽ കുടുംബത്തിലൊക്കെ പ്രശ്നമുള്ള ആൾക്കാരോട് പറയാം, തല്ല് വാങ്ങിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ചില അവസരങ്ങളിൽ തല്ല് കിട്ടിപ്പോകും, അത് ചില ദുഷ്ടന്മാരായ മനുഷ്യരുടെ സ്വഭാവമാണ് അങ്ങനെയൊക്കെ ചെയ്യും. എങ്കിലും നമ്മളാലാവോളം സുരക്ഷ എങ്ങനെയെങ്കിലും ഒക്കെ തല്ല് വാങ്ങിക്കാതെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കാതെ നിൽക്കാനുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധി. കോപം ചെയ്യുന്ന മനുഷ്യനാണെന്ന് പിന്നെ വർത്തമാനം പറയരുത്. പറഞ്ഞ അടിയാന്നുള്ളത് നമുക്ക് ഷുവറാ. ചില ആളുകൾ അന്നേരം വർത്തമാനം പറയും, അടിയും വാങ്ങിക്കും. അതൊരു ബുദ്ധിമോശമാണ്. നമ്മൾ പീഡനം സഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി. ആളുകൾ ഉപദ്രവിക്കാനായിട്ട് ശൗല് വീടുകളിലൊക്കെ വന്ന് ആളുകളെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിടിക്കാൻ വരുന്നതിന് മുമ്പേ നമ്മളങ്ങ് പോയേക്കാം, അപ്പോൾ പിന്നെ പിടിക്കൂലല്ലോ. അപ്പോൾ അവരെ ചിതറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രതികരണമായി വായിക്കുന്നത്. എന്നാൽ രണ്ടാമത് അതിനെക്കുറിച്ച് എൻ്റെ മറുവശമായി പറയുന്നത്, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു, അവനെക്കുറിച്ച് വലിയൊരു പ്രതാപം കഴിച്ചു. ഭക്തിയുള്ള പുരുഷന്മാർ ഓടിപ്പോയി കൊണ്ടോ, കുറേ പേര് തല്ല് കിട്ടാതെ ഓടിപ്പോയി. എന്നാൽ തങ്ങളുടെ ഒരു സഹോദരന് അവരെ കല്ലെറിഞ്ഞു കൊന്നു. അവൻ എന്തേലും പറ്റട്ടെ അല്ലേ, അവനവിടെ കിടന്ന് ചാവുകയോ അല്ല മരിച്ചു, അവനും പിന്നെ എന്തേലും ചെയ്യട്ടെ, അവനെ ആരെല്ലാം എടുത്ത് കുഴിച്ചിട്ടെ എന്ന് വിചാരിച്ചില്ല കേട്ടോ. അവർ ചത്താലും ജീവിച്ചാലും കൊള്ളാം, ഈ സഹോദരനെ അടക്കം ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന തീരുമാനം അപകടകരമായ തീരുമാനമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കുന്ന തീരുമാനമാണ്. അപ്പം അതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ബോധ്യങ്ങളും നമ്മളുടെ വിശ്വാസവും ഭീഷണിയുടെയും പീഡനത്തിൻ്റെയും മുൻപിൽ വിട്ടുകളയുവാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് സൗകര്യമായിരിക്കുന്ന കാര്യം നിശബ്ദമായിരിക്കുന്നതായിരുന്നു. എന്നാൽ ഇത് അന്യായമാണ്. ഈ വിശ്വാസം മുറുകെ പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നൽകണം എന്നുള്ള കാര്യം സമാധാനപരമായി പറയാൻ തന്നെ ഭക്തിയുള്ള ചില പുരുഷന്മാർ തീരുമാനിച്ചു. അവർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അതിനുശേഷം പറയുന്ന വാക്ക് വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. അവനെക്കുറിച്ച് വലിയൊരു മിണ്ടാതെ രാത്രി പോയി സ്തേഫാനോസിൻ്റെ ശരീരം എടുത്ത് ആരും അറിയാതെ അടക്കം ചെയ്യാൻ അങ്ങനൊന്നുമല്ല. ആ നിലയിൽ മരിച്ചൊരു മനുഷ്യനല്ല കേട്ടോ. തൻ്റെ വിശ്വാസത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ധീര മരണം വരിച്ച സ്തേഫാനോസിന് വേണ്ടി അദ്ദേഹത്തോട് കൂടെ നിൽക്കുവാൻ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെയാണ് എനിക്കുമുള്ളത് എന്ന് ഏറ്റുപറയുവാൻ ആവശ്യമുള്ള നിമിഷങ്ങളുണ്ട്. ആ അവസരത്തിൽ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ജനത്തിനുണ്ട്.
നമ്മളെ പീഡിപ്പിക്കുമ്പോൾ ഓടിപ്പോവുകയും ഒഴിവാക്കുകയും ചെയ്യുന്നൊരു വശമതിനുണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ബോധ്യങ്ങളും നമ്മളുടെ നിലപാടുകളും വ്യക്തമാക്കുവാൻ ആവശ്യമായിരിക്കുന്ന അവസരങ്ങളിൽ അതിനുവേണ്ടി ധൈര്യം കാണിക്കുവാനുള്ളതായ ആ ഉത്തരവാദിത്വവും ദൈവമക്കൾക്കുണ്ട്. ഭക്തിയുള്ള പുരുഷന്മാർ, അവരുടെ ഭക്തിയുടെ അതിൻ്റെ ലക്ഷണം എന്തായിരുന്നു? അവർ ഭീഷണി മുൻപിൽ തലകുനിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. അവരെ ഭയപ്പെടുത്തി അവരുടെ ബോധ്യങ്ങളെയും അവരുടെ തീരുമാനങ്ങളെയും വ്യത്യാസപ്പെടുത്തുവാനായിട്ട് സാധിച്ചില്ല എന്നതാണ് അവരെ ഭക്തിയുള്ള പുരുഷന്മാരാണ് എന്നവരെക്കുറിച്ച് പറയാനുള്ള കാരണം. അതാ ദേ വിൽ നോട്ട് ബഡ്ജ്. തലകളെ കുനിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടില്ല. മരിക്കേണ്ടി വന്നാലും ശരി ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണോ? അവർ മാറുകയില്ല. അവർ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. അവർ ഭക്തിയുള്ള പുരുഷന്മാരാണ്. അപ്പം അങ്ങനെ രണ്ട് വശം ഇതിനോട് കേട്ടോ. നമ്മൾ കഴിയുമെങ്കിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്നാൽ അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെയും ബോധ്യങ്ങളുടെയും ചെലവിലാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. 13-ാം സങ്കീർത്തനത്തിലല്ലേ സങ്കീർത്തനക്കാരനോട് ആൾക്കാർ പറഞ്ഞു കേട്ടോ, നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ ഓടിപ്പോയി, പ്രാവിനെ പോലെ എനിക്ക് ചിറകുകളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഓടിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു സാധ്യത തൻ്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് പിന്നീട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഓടിപ്പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. അടിസ്ഥാനങ്ങൾ ഇളകിയാൽ നീതിമാൻ എന്തു ചെയ്യും? അവനവൻ്റെ ബോധ്യങ്ങളും അവൻ്റെ തീരുമാനങ്ങൾ ഉപേക്ഷിക്കുമോ? ഇല്ലെന്നേ. അതിനുവേണ്ടി നിലനിൽക്കുവാൻ, നിലപാട് സ്വീകരിക്കുവാൻ, വില കൊടുക്കുവാൻ തന്നെയാണ് ദൈവമക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പീഡനം വരുന്ന അവസരങ്ങളിൽ അത് നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ നിലപാടുകളെയും മറിച്ചു കളയുവാനുള്ള സമ്മർദ്ദമായി തീരുമ്പോൾ അതിന് നടുവിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ അതിനുള്ളതായിരിക്കുന്ന കടപ്പാട് ദൈവമക്കൾക്കുണ്ട്. വിശ്വാസികൾ പിടിക്കപ്പെട്ടപ്പോൾ അവരെ സിംഹത്തിന് മുമ്പിലൊക്കെ വലിച്ചെറിയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും അവരുടെ വിശ്വാസം തള്ളിക്കളയാനായിട്ട് അവർ മനസ്സ് വെച്ചില്ല. എസ് ലൂയിസ് ജോൺസൺ പറയുന്നൊരു കഥയുണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു അപ്പനും മകനും അവരെ സിംഹത്തിന് മുമ്പിലേക്ക് വലിച്ചെറിയാനായിട്ട് അങ്ങനെ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നമേ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പോൾ ഈ സിംഹം നമ്മളെ കടിച്ചു കയറുമ്പോൾ നമുക്ക് വേദന എടുക്കുകയില്ലയോ? അത് ഭയങ്കരമല്ലേന്ന് ചോദിച്ചു. അപ്പോഴപ്പം പറഞ്ഞു, മോനെ വേദന എടുക്കുമെന്നുള്ളത് ശരിയാ, പക്ഷേ ഇത് അല്പനേരത്തേക്കേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമ്മൾ പറന്നു പോകും. ഫ്ലൈ അവേ. നമ്മൾ ഈ പീഡനം സഹിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെ വിശ്വാസം നമ്മൾ തള്ളിക്കളയുകയില്ല. കാരണം നമ്മളെ ഈ സിംഹമൊക്കെ അടിച്ചു കയറിയാൽ അല്പസമയത്തേക്കൊക്കെ ഭയങ്കര പ്രയാസമാണെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ നാം കർത്താവിൻ്റെ അടുക്കലേക്ക് പറന്നു പോകും. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ മൃഗത്തിൻ്റെ മുൻപിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞതായിട്ട് അത് കേട്ടു നിന്ന ഒരു പടയാളി അങ്ങനെ അവരെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതായിട്ടാണ് ആ കഥ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, അതാണ് പീഡനത്തോടുള്ള ഒരു വശം എന്ന് പറയുന്നതാണ്. നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ ബോധ്യങ്ങളെയും കർത്താവിനോടുള്ള സ്നേഹത്തെയും സുവിശേഷത്തെയും ഒക്കെ ഉപേക്ഷിക്കണം എന്ന് മറ്റുള്ളവർ നിർബന്ധിക്കുമ്പോൾ നാം നമ്മുടെ നിലപാടുകളെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിലനിർത്തുന്നവരാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. സ്നേഹത്തോടും ധൈര്യത്തോടും കൂടെ നാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അതാണ് വിശുദ്ധന്മാരുടെ ചരിത്രമെന്ന് പറയുന്നത്. ഭക്തിയുള്ള പുരുഷന്മാർ അവർ സ്തേഫാനോസിനെക്കുറിച്ച് വലിയൊരു വിലാപം നടത്തി, പ്രലാപം കഴിച്ചു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികൂലങ്ങളെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറഞ്ഞത്. മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ പ്രതികൂലങ്ങളുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ ആരും പ്രതികൂലങ്ങളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വമേധയാ വന്നോളും, സ്വമേധയാ വന്നോളും. കാര്യം ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾ പാർക്കുന്നൊരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. നമ്മളെ കർത്താവിനെ എതിർക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് പീഡകളും പ്രതികൂലങ്ങളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ ദൈവം എങ്ങനെയാണ്
ഈ പ്രതികൂലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ അടുത്തയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം അത് അതിൻ്റെ താക്കോൽ വാക്യമാണല്ലേ. 1:8 എന്താ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യെരുശലേമിലൊരു സഭയുണ്ടായി കേട്ടോ. സഭയിൽ എത്ര ആളുകളുണ്ടായിരുന്നറിയാമോ? ഞാൻ വിചാരിക്കുന്ന ഒരു 10-25,000 ആളുകളുണ്ട്. ഈ ഇന്ന് പറയുന്ന മെഗാ ചർച്ചകളെക്കാളൊക്കെ വലിയ ചർച്ചയായിരുന്നു യെരുശലേമിലെ സഭ. ഒരു ദിവസം 3,000 പേര് രക്ഷിക്കപ്പെട്ടു. പിന്നെ അത് 5,000-ആയി. അതിനുശേഷം പിന്നെയും വർദ്ധിച്ചു. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഒരു പക്ഷേ യെരുശലേമിലുള്ളതൊരു 10-20% ആളുകൾ വിശ്വാസികളായി തീർന്നു. ഒരു 10-20,000-25,000 പേരുണ്ട് സഭയിൽ. അപ്പോൾ ഇത്രയും വിജയകരമായിരിക്കുന്ന ഒരു പ്രവർത്തനമൊക്കെ കിട്ടി 25,000 പേരുള്ളൊരു സഭയൊക്കെ ഉണ്ട്. അപ്പോൾ യെരുശലേമിലും പിന്നെന്താ യഹൂദയിലെല്ലായിരുന്നു. യഹൂദയിലേക്കൊന്നും ഇനി പോകേണ്ട കാര്യമില്ല. ഇത്രയും അനുഗ്രഹവും ഇത്രയും ആളുകളും, ദൈവമേ, ഈ ആൾക്കാരൊക്കെ അവർക്ക് അവളുള്ളതായിരിക്കുന്ന സമ്പത്ത് വിറ്റേച്ച് അതുകൊണ്ട് അപ്പസ്തലന്മാരെ കാൽക്കൽ വയ്ക്കും. അവരിൽ മുട്ടുള്ളവനുണ്ടായിരുന്നില്ല. അവരപ്പസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം കുറുക്കിയും പോന്നു. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. ഇനി വേറെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെങ്കിൽ കൽപ്പന അതല്ല കേട്ടോ. യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എല്ലാ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന വിജയങ്ങളും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ദർശനത്തെ എടുത്തു കളയാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്ന് വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയെന്നുള്ള കാര്യം ശരിയാ. എന്നാൽ ദൈവം വിളിച്ചതായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വ്യത്യാസം വന്നു കേട്ടോ. അവിടെ പീഡനത്തിൻ്റെ ഒരു പ്രയോജനമെന്ന് പറയുന്നത് ദൈവമക്കൾ സമർപ്പണമുള്ളവരും സുവിശേഷം പറയുന്നവരുമായി, അല്ലെങ്കിൽ ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിൽ ഉത്സുകരായി തീരും എന്നുള്ളതാണ് പീഡനത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? അവരെക്കുറിച്ച് പറഞ്ഞത് അപ്പസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ആ 2 ദേശങ്ങളെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ 8-ാം വാക്യത്തിലുണ്ടല്ലേ? ഉണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയിലും. അത് ശരി. അപ്പോൾ പീഡനം വന്നു കഴിഞ്ഞപ്പോൾ അവർ യഹൂദിയയിലേക്കും ശമരിയയിലേക്കും ചിതറിപ്പോയി. ചിതറുക എന്ന് പറഞ്ഞതായിരിക്കുന്ന വാക്ക് അത് മലയാളത്തിലും ഏതാണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന വാക്കാണ്. അത് വിതയ്ക്കുക എന്ന് പറയുന്നതിന് വേറൊരു രൂപമാകട്ടോ. വിതയ്ക്കുക. അപ്പോൾ ഡിയാസ്പറ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക എന്നൊരർത്ഥവും അതിനുണ്ട്. ചിതറുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വിത്ത് വിതയ്ക്കുന്നത് എങ്ങനെയാണ്? വാരിയിട്ട് ഇങ്ങനെ കയറിയില്ലയോ? ചിതറിപ്പോയി. അപ്പോൾ ചിതറിപ്പോയി എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ വർധനവിനായിട്ട് ദൈവത്തിൻ്റെ വചനം വിതറുവാൻ, അത് വിതയ്ക്കുവാനുള്ളൊരു മുഖാന്തരമായിട്ട് ദൈവം അതിനെ ഉപയോഗിച്ചു. അവർ ചിതറിപ്പോയി. അപ്പസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പസ്തലന്മാർ യെരുശലേമിൽ താമസിക്കാനുള്ള കാരണം യെരുശലേമിൽ ഒരു വലിയ സഭയുണ്ട്. ആ സഭയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആളുകൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് അവർ യെരുശലേമിൽ താമസിച്ചത്. എന്നാൽ പോകാൻ പറ്റുന്ന ആളുകളെല്ലാം യഹൂദിയ ശമരിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അപ്പോൾ ചിതറിപ്പോയ ആളുകൾ ചെയ്തതെന്താണ് എന്ന് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചടിച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പം ഒരു വശത്ത് പീഡനം നടക്കുമ്പോൾ ആ പീഡനം യഥാർത്ഥത്തിൽ സഭയുടെ സുവിശേഷവൽക്കരണത്തിന്, സഭയുടെ പുരോഗതിക്ക് കാരണമായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അതാണ് ഞാൻ
പീഡനത്തിൻ്റെ പ്രയോജനമായി പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് സമർപ്പണവും അതുപോലെ തന്നെ സുവിശേഷ വേലയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പങ്കാളികളാകുവാനുള്ള അവസരവും പീഡനം പലപ്പോഴും ഉണ്ടാക്കുന്നു എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ പറയാൻ കഴിയുന്നൊരു കാര്യം, പീഡനം വരുത്തുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സുവിശേഷം വിശ്വസിക്കാത്ത ആളുകൾ ക്രിസ്തീയ വിശ്വാസികളാണ് എന്ന് പറയില്ല കേട്ടോ, പറയില്ല. തല്ല് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ കള്ളത്തരമായിട്ട് പറയുമോ, എനിക്ക് അങ്ങനെ കർത്താവിൽ വിശ്വാസം ഉണ്ട് കേട്ടോ, അങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലുള്ള ഗുണമെന്താ, അടി കിട്ടും. അപ്പോൾ സത്യമായിട്ടുള്ളതേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസം യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു വലിയ അനുഗ്രഹം പീഡനത്തിനുണ്ട്. വിശ്വാസം യാഥാർത്ഥ്യമാണ്. പീഡനത്തിന് നടുവിൽ വിശ്വസിക്കുന്ന ആളുകൾ സത്യസന്ധമായി വിശ്വസിച്ചവരാണ്. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, അന്നൊക്കെ എൻ്റെ ജ്യേഷ്ഠനൊക്കെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. അവിടെ പെന്തിക്കോസ്തുകാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഉടനെ ഒരു 10-100 പേര് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ വന്ന്, സായിപ്പ് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരും കൂടും. അപ്പോൾ പെന്തിക്കോസിലെ പാസ് വന്നപ്പോൾ, പെന്തിക്കോസിലെ സായിപ്പ് വന്നപ്പോൾ 100 പേര് കൂടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാപ്റ്റിസ്റ്റുകാരനായിരിക്കും സായിപ്പ് വരും. അപ്പോൾ ഈ ആൾക്കാർ തന്നെയാണ്, അവർ 100 പേരിലവിടെ കൂടി. അപ്പോൾ അത് ബാപ്റ്റിസ്റ്റായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. പിന്നെ വേറെ ഗ്രൂപ്പുകാർ വന്നാൽ ഈ 100 പേര് തന്നെ അങ്ങനെ കൂടും. കരയിച്ച പരിചയം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചായയും കാപ്പിയും ഒക്കെ കിട്ടും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സഹായമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിനും കൂടും. പിന്നെ അത്ഭുത രോഗശാന്തി എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അങ്ങ് വരും. ഇപ്പം അത്ഭുത രോഗശാന്തിയുമില്ല, ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ വരവുമില്ല. വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. വേറെ രീതികളിലുള്ളതായിരിക്കുന്ന ആളുകൾ ആരും പ്രധാനമായും സഭകളിൽ ഉള്ള ആളുകൾ വിശ്വാസികളാണ്. അതൊരു വലിയ അനുഗ്രഹമാകട്ടോ. വെൻ ദർ ഈസ് പെർസിക്യൂഷൻ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസം സത്യസന്ധമായി തീരുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായിരിക്കുന്ന വിശ്വാസമായി തീരുന്നു എന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, വിശ്വാസികൾ സമർപ്പണം വർദ്ധിക്കും കേട്ടോ. നമുക്ക് ഇന്ന് ആരാധനയ്ക്കായിട്ട് വന്നാൽ ചിലപ്പോൾ ഒരടി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എത്ര പേര് വരുമായിരുന്നു ആരാധനയ്ക്ക്? ഒരടി കിട്ടാൻ ഒരു ചെറിയ സാധ്യത, ഇങ്ങനെ ശബ്ദം വരുന്നുണ്ടോ എന്ന് നോക്കി വേണം ഇരിക്കാൻ എന്ന് പറയാൻ ഞാൻ നിങ്ങളിൽ പലരും വരില്ല കേട്ടോ. വരില്ല. വന്നാൽ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ എന്തു വന്നാലും കർത്താവിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആ ധൈര്യമുള്ള ആൾക്കാരെ വരുള്ളൂ. അപ്പം അതുകൊണ്ട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഉള്ളൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ സമർപ്പണമുള്ളവനാണോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടി എന്ത് വില കൊടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സുവിശേഷം ആളുകൾക്ക് രൂപാന്തരം വരുമെന്നുള്ളതാണ് പീഡനത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആളുകൾക്ക് സമർപ്പണം ഉണ്ടാകും. ആളുകൾ സത്യസന്ധമായി വിശ്വസിച്ചെങ്കിലേ ഇങ്ങനെയുള്ള ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുള്ളൂ. അല്ലാതെ വെറുതെ പേരിനും അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ കിട്ടുമെന്ന് വിചാരിച്ചൊന്നും വരികയില്ല. സത്യസന്ധമായുള്ള വിശ്വാസികളാണ്. അപ്പോൾ ഇവരൊക്കെ ഈ സുവിശേഷത്തിൻ്റെ വർധനവിന് കാരണമായി തീർന്നത് ഈ പീഡയാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത് എന്നതിനെക്കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. അവിടെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നു. ദൈവത്തിൻ്റെ വേല പലപ്പോഴും നടന്നിട്ടുള്ളത് മനുഷ്യരുടെ പരിപാടികളനുസരിച്ചും പദ്ധതികളനുസരിച്ചും ഓരോ പ്രോഗ്രാം അനുസരിച്ചും ഒക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചതിൻ്റെ ഫലമായി വന്ന നേട്ടങ്ങളല്ല പലപ്പോഴും. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ അത്ഭുതകരമായ രീതിയിൽ ചില ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അനേകം ആളുകൾ വിശ്വാസത്തിലേക്ക് വരുന്നു. ഇറ്റ് ഈസ് നോട്ട് ഓർഗനൈസ്ഡ്, ഇറ്റ് ഈസ് ആക്ച്വലി ഓർഗനൈസ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രത്യേക ഉത്സാഹത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ കാര്യമാണ് പലപ്പോഴും സഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ്. നമ്മുടെ പ്രോഗ്രാമിനും ആലോചനയ്ക്കും ഒന്നും സ്ഥാനമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും നമ്മളുടെ ഈ പരിപാടികൾക്കൊക്കെ അതീതമാണ്
എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ പ്രതീക്ഷിക്കാത്തൊരവസരത്തിലാണ് ഈ അനുഗ്രഹം വന്നത്. അവർ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അവിടെയുള്ള ആളുകൾ ചിതറിപ്പോയപ്പോൾ എന്താ ചെയ്തത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, മനുഷ്യർ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവമക്കൾ സുവിശേഷം പറയണം. അല്ലാതെ മനുഷ്യർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. വചനം പറയുക, വചനം പ്രസംഗിക്കുക എന്നത് സുവിശേഷത്തിൻ്റെ വർധനവിന് അടിസ്ഥാനപരമായി ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. ചില സമൂഹങ്ങളിലും സമുദായങ്ങളിലും സുവിശേഷം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. സുവിശേഷം പറയുന്നത് ഇഷ്ടമല്ല. അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നല്ല ക്രിസ്ത്യാനികളായിട്ടങ്ങ് ജീവിച്ചേച്ചാൽ മതി, വെറുതെ അവരോടൊന്നും പറയണ്ട, വർത്തമാനമൊന്നും പറയണ്ട, നമ്മുടെ ജീവിതം കണ്ട് അവർ കർത്താവിലേക്ക് വരും എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് D.A. കാഴ്സൺ എന്ന് പറയുന്ന ആൾ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. നമ്മൾ എത്ര നല്ലതായിട്ട് ജീവിച്ചാലും, കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ചാലും, യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വേറൊരു മനുഷ്യൻ എന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? ഞാൻ നല്ല വെള്ളയുടുപ്പൊക്കെ ഇട്ട് മുഖത്ത് നോക്കിയപ്പോൾ ജൂതനെ പോലെ നല്ല ശോഭയായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നെ കണ്ടപ്പം ഈ കണ്ടയാളിന് മനസ്സിലായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരും എന്നുള്ള കാര്യം ഈ മനുഷ്യൻ്റെ ആ തേജസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവൂ? തേജസ്സുള്ളയാൾ പറഞ്ഞാൽ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാന്നുള്ള കാര്യം ശരിയാ. പക്ഷേ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് പാപപരിഹാരത്തിനായി അതിൻ്റെ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായി മരിച്ചു എന്നുള്ള സന്ദേശം അതൊരു വാർത്തയാണ്. അത് പറയാതെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞേ മതിയാകുള്ളൂ. It cannot be communicated by living right. You have to live right. That is a command. ശരിയായ രീതിയിൽ ജീവിക്കണമെന്നുള്ളത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ശരിയായ ജീവിതം കൊണ്ട് മാത്രം സുവിശേഷവൽക്കരണം നടക്കുകയില്ല. പല ആളുകളും പലയിടങ്ങളിലും പല സംഘടനകളും മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിൽ കൂടെ സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പരിപാടി. അതാ. പക്ഷേങ്കിൽ മനുഷ്യരുടെ നന്മ അങ്ങോട്ട് തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് നഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്നറിയാമോ? സുവിശേഷം പറയുക എന്നുള്ള കാര്യമാണ് ആദ്യമേ നഷ്ടപ്പെടുന്നത്. കാരണം സുവിശേഷം മനുഷ്യരുടെ മധ്യത്തിൽ വിഭജനം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളൊരു പ്രസ്ഥാനം ഉണ്ടാക്കി എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ, എല്ലാ ജാതിക്കാരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെക്കുറിച്ചും പറയരുത്, സുവിശേഷത്തെക്കുറിച്ചും പറയരുത്. അപ്പോൾ ഉടനെ എല്ലാവരോടും നമുക്ക് വേണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി യേശു എന്ന് പറയരുത്, ദൈവമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നമുക്കൊരു പ്രാർത്ഥിക്കാം. അപ്പം മുസ്ലിം സ്നേഹിതന്മാരും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ട്. അപ്പം അള്ളാന്നും പറയണ്ട, യേശു എന്നും പറയണ്ട, രാമെന്ന് പറയണ്ട, ദൈവമേ എന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ ഇല്ല. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു ഗാനം ഉണ്ടായിരുന്നല്ലോ, ചില ഗാനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ആരെയും സ്പർശിക്കത്തില്ല, ആർക്കും ഉപദ്രവം ഉണ്ടാക്കത്തില്ല, ഒരൊറ്റ ഗാനമാണ്, എല്ലാവർക്കും പറയാം, ഒരു വ്യത്യാസവും ഇല്ല. അയ്യോ, അങ്ങനെയല്ലല്ലോ സുവിശേഷം. ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് കേട്ടോ. അവരുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കൂടെ സുവിശേഷം പറയണമെന്നാണ്. പക്ഷേങ്കിൽ സുവിശേഷം പറയാതെ പിന്നെ ഹോസ്പിറ്റലിൽ ആൾ വരികയില്ല. അതുകൊണ്ട് സുവിശേഷം മാറ്റിയെങ്കിലേ പരിപാടി നടക്കുകയുള്ളൂ. സുവിശേഷ പ്രഘോഷണം കൂടാതെ മനുഷ്യർക്ക് സുവിശേഷം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം പറയണം, സുവിശേഷം പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അത് നല്ല കാര്യമാണ്. എന്നാൽ സുവിശേഷ പ്രഘോഷണം കൂടാതെ, സുവിശേഷം പറയാതെ ആളുകൾക്ക് സുവിശേഷം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ചിതറിപ്പോയ ആളുകൾ അവിടെ സുവിശേഷം പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ആരൊക്കെയാണ് സുവിശേഷം പറയേണ്ടിയേ? മിഷണറിമാർ അല്ലേ, പിന്നെ പാസ്റ്റർമാർ, പിന്നെ എന്താ സുവിശേഷകന്മാർ. അങ്ങനെയുള്ളവരൊക്കെ സുവിശേഷം പറയാൻ അറിയാവുന്ന ആളെ വിളിച്ചുകൊണ്ട് പോകുന്നില്ലെന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ സുവിശേഷം പറയാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. അതിനെക്കുറിച്ച് A.B. ഗ്രീൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ ഇവാഞ്ചലിസം ഇൻ ദി ഏർലി ചർച്ച് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്.
ഇവാഞ്ചലിസം ഇൻ ദി ഏർലി ചർച്ച് എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ആരൊക്കെയാണ് സുവിശേഷം പറഞ്ഞത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, സുവിശേഷവൽക്കരണം 1-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ഫലപ്രദമായ രീതിയിൽ ചെയ്തത് സാധാരണ വിശ്വാസികളാണ്. മിഷണറിമാർ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം ശരിയാ. എന്നാൽ സുവിശേഷ വർധനവിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്നത് സാധാരണ വിശ്വാസികൾ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ഹോയ്പൊള്ളോയ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. സാധാരണ മനുഷ്യർ ഹോയ്പൊള്ളോയ് എന്ന് പറഞ്ഞു. സഹോദരിമാർ തുണി അലക്കുന്ന ഇടങ്ങളിൽ, കടവുകളിൽ തുണി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിനോട് ചോദിക്കും, നിങ്ങളേത് എന്താ വിശ്വാസം എന്നൊക്കെ ചോദിച്ച് അവസാനം പറയും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടാൻ പറ്റുമെന്ന് പറയും. ചന്തയിൽ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുന്നതായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആളുകൾ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് സുവിശേഷം പറയുവാൻ സാധാരണക്കാരായ വിശ്വാസികൾ മനസ്സ് വെച്ചതാണ് സുവിശേഷ വർധനയ്ക്കുള്ളതായ ഒരു പ്രധാന കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മിഷണറിമാർ സുവിശേഷം പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്, മൂപ്പന്മാർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, സുവിശേഷകന്മാർ പറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്. എന്നാൽ സാധാരണ വിശ്വാസികൾ സുവിശേഷം പറഞ്ഞതാണ് സുവിശേഷ വർധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി A.B. ഗ്രീൻ പുതിയ നിയമം പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു സുവിശേഷകനോ ഒരു മൂപ്പനോ കടന്നു വരാനായിട്ട് സാധിക്കില്ല. നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ടാണ് എങ്കിൽ അവിടെ ഒരു സുവിശേഷകന് വന്ന് സുവിശേഷം പറയാൻ പറ്റുമോ? ഇല്ലതേ, നിങ്ങൾക്കേ പറയാനൊക്കെ ഉള്ളൂ. യു ഹാവ് എ യുണീക്ക് പ്ലേസ് വെർ യു ക്യാൻ ഷെയർ ദ ഗോസ്പൽ. സുവിശേഷം പറയുവാനുള്ളൊരു നിസ്തുല്യമായിരിക്കുന്ന അവസരം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ മറ്റാർക്കും കടന്നു വരുവാൻ കഴിയുകയില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. നിങ്ങൾ ചെയ്തേ മതിയാകുള്ളൂ. ബാങ്കിൽ ജോലി ചെയ്യുന്നയാൾ, ഞങ്ങളവിടെ എങ്ങാനും വന്ന് ബാങ്കിൽ ആളുകൾ വരുന്ന ഉടനെ ഞങ്ങളവിടെ നിന്ന് സുവിശേഷം പറയാനായിട്ട് ഞാനൊരു ചെറിയ സുവിശേഷ പ്രസംഗം നടത്താൻ പോകാമെന്ന് പറഞ്ഞാൽ ബാങ്കുകാരൻ ചെയ്യും, ഇറങ്ങടോ വിളിയില്ലെന്ന് പറയില്ലയോ, നമുക്കവിടെ പ്രവേശനമില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സഹപാഠികളോട് നിങ്ങൾ നന്നായി ഇടപെടുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിനോടുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റും. ഞങ്ങളുടെ ഒരു സ്നേഹിതന് ഒരു ബാങ്ക് മാനേജരായിരുന്ന കാലത്ത് അദ്ദേഹം സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനെ അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അതേപോലെ ഈ ഫാമിലി സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടത് ബാങ്കിൽ കാശിടാൻ വന്നപ്പോൾ ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞത്. യഥാർത്ഥ വൈകിക്കേം എൻ്റെ പോലെ സഹോദരങ്ങളെ, സുവിശേഷം പറയാനുള്ള അവസരങ്ങൾ ദൈവം നിസ്തുല്യമായ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരാഗ്രഹമായ ഒരു തീരുമാനമായി നിങ്ങളെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സുവിശേഷം പറയുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ, എളുപ്പമല്ല, പ്രയാസം. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നീ ഒരുക്കിയ ആരെങ്കിലും ഒരാളിനെ എൻ്റെ അടുക്കിലേക്ക് അവിടുന്ന് അയക്കണം, എനിക്കൊരവസരം അവിടുന്ന് തരണം, എനിക്കൊരു വാക്ക് പറയുവാനുള്ള ധൈര്യം തരണം, സുവിശേഷം പറയാനുള്ളതായിരിക്കുന്നൊരു മനസ്സെനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യാസം വരും. വന്നയാളിന് സുവിശേഷം കേൾക്കാനുള്ള അവസരവുമാകും. അപ്പോൾ സുവിശേഷം പറയുക എന്നുള്ളത് സാധാരണ വിശ്വാസികളാണ് ഏറ്റവും അധികം ഫലപ്രദമായ രീതിയിൽ സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഞാൻ വിചാരിക്കുന്നു ചിതറിപ്പോയ ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇവിടെ വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇന്നിന്ന കാരണത്താലാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ള സുവിശേഷമൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെയാണ് ആ ദേശത്ത് സുവിശേഷം ചെല്ലുവാനിടയായിത്തീർന്നു. ശമരിയിലുള്ളവർ സുവിശേഷം കേട്ടു. പിന്നെ നമുക്കറിയാം അന്ത്യോക്യയിലുള്ള ആളുകൾ സുവിശേഷം കേട്ടു. ഫിനീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സുവിശേഷം എത്തി. ആളുകൾ ചിതറിപ്പോയവർ സുവിശേഷം പറഞ്ഞതാണത്. നമ്മുടെ സഭകളുടെ ആരംഭകാലത്ത് പലയിടങ്ങളിൽ സഭകളുണ്ടായി. എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ പറയാം, സുവിശേഷം കേട്ട ആളുകൾ വീട്ടിൽ പോയപ്പം സഹോദരങ്ങളോടും അപ്പനോടും അമ്മയോടും സുവിശേഷം പറഞ്ഞു. കോതമംഗലത്ത് വന്ന ഒരു സഹോദരി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം
അപ്പനോടും അമ്മയോടും സഹോദരിമാരോടും ഒക്കെ സുവിശേഷം പറഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പം അവർ സുവിശേഷം വിശ്വസിച്ചു. അങ്ങനെയാണ് പാമ്പാടിയിലെ സഭയുണ്ടായത്. അങ്ങനെയാണ്. മൂപ്പന്മാരും മിഷണറിമാരും പോയി ഒന്നും പ്രവർത്തിച്ചതല്ല. ഒരു പാവപ്പെട്ട സഹോദരി താൻ കേട്ട സുവിശേഷം തൻ്റെ കുടുംബത്തിലുള്ളവരോട്, പ്രിയപ്പെട്ടവരോട് പറഞ്ഞതാണ്. അവർ രക്ഷിക്കപ്പെടാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ചിതറിപ്പോയവർ അവിടെ സുവിശേഷം പറഞ്ഞുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെ ആ ദേശങ്ങളിലുള്ള ആളുകളൊക്കെ സുവിശേഷം കേട്ടു. അങ്ങനെ ഒരു ഭാരം, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നാം കണ്ടുമുട്ടുന്ന ഈ ആളുകളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമുക്ക് ചെവി തരുവാൻ മനസ്സുള്ള മനുഷ്യരോട് സുവിശേഷം പറയണം എന്നുള്ളതായിരിക്കുന്ന വ്യഗ്രത ദൈവമക്കളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അതൊരു വലിയ ആഗ്രഹമായിട്ട് നിൽക്കണം. ആദ്യകാലങ്ങളിലുള്ളതിന് അത്രയും താല്പര്യമൊക്കെ ഇപ്പോൾ ഇല്ല കേട്ടോ. അത് കുറവാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ആ താല്പര്യവും ആഗ്രഹവും നമുക്ക് തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്തീയ വിശ്വാസത്തെയും കർത്താവിനെയും എതിർക്കാനുള്ള മനുഷ്യരുടെ കാരണമെന്ന് പറയുന്നത് അതിനൊരു ശ്രദ്ധ കൊടുക്കുവാൻ അവർ മനസ്സ് വയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തീയ വിശ്വാസം എവിടെ ചെന്നിട്ടുണ്ടോ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവർക്ക് ഗുണം വരാൻ വേണ്ടിയാണ് സുവിശേഷം. അത് തിരിച്ചറിയുവാനായിട്ട് മനുഷ്യർ മനസ്സ് വെച്ചാൽ അവർ ക്രിസ്തീയ വിശ്വാസത്തോടും കർത്താവിനോടുമുള്ള അവരുടെ സമീപനം നിശ്ചയമായിട്ട് വ്യത്യാസപ്പെടുത്തും. രണ്ടാമത് ഞാൻ പറയാൻ പറഞ്ഞ കാര്യം, നാം പീഡനമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. പീഡനം ഒഴിവാക്കുവാനായിട്ട് കഴിയുന്ന അവസരങ്ങളിലൊക്കെ നമ്മളത് ഒഴിവാക്കണം. എന്നാൽ നമ്മുടെ ബോധ്യങ്ങളും വിശ്വാസവും ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയല്ല അത്. ആ വിശ്വാസത്തിനും നമ്മുടെ ബോധ്യങ്ങൾക്കും വേണ്ടി വില കൊടുക്കുവാനുള്ളതായിരിക്കുന്ന കടപ്പാടും പ്രതികൂലങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ നമുക്കുണ്ട്. പ്രതികൂലങ്ങൾ ബുദ്ധിമുട്ടാണ് എങ്കിലും പലപ്പോഴും അത് അനുഗ്രഹമായിട്ട് തീരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷം പറയുവാനുള്ള ധൈര്യവും അവസരവും അത് ഉളവാക്കുന്നു എന്നുള്ളതാണ് പീഡനത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ വിലയേറിയ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, അതിനെക്കുറിച്ച് ധൈര്യം കാണിക്കുവാൻ, കർത്താവിൽ ആശ്രയിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.